ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് രാവിലെ പള്ളിയിലൊക്കെ പോയായിരുന്നു. ഇന്ന് അമ്മയുടെ അച്ഛൻ്റെ വെഡിങ് ആനിവേഴ്സറിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് രാവിലെ പള്ളിയിൽ പോയിട്ട് ഇങ്ങനത്തെ വീഡിയോസൊക്കെ എടുക്കാനായിട്ട് പറ്റിയത്. അല്ലെങ്കിൽ ഞാൻ എണീറ്റ് വരുമ്പോഴേ വെയിലും സംഭവങ്ങൾ കാരണം എനിക്ക് വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ വേണ്ടി പറ്റത്തില്ല. അങ്ങനെ എന്ത് ചെയ്തു, കുറേ നാളിന് ശേഷമാണ് ഇന്ന് ചന്തയിൽ പോയത്. ചന്തയിൽ പോയപ്പോൾ തന്നെ അത്യാവശ്യം ഭയങ്കര ക്രൗഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു, തിരക്കൊക്കെ ഉണ്ട്. പിന്നെ എന്താ, മീനിൻ്റെ ലഹള തന്നെയാണ് കേട്ടോ. ഇന്ന് അത്യാവശ്യം നല്ല മീനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് നമ്മുടെ സ്വന്തം ക്ലാത്തി മീൻ. പിന്നെ ആ മീനിൻ്റെ പേര് എനിക്കറിയത്തില്ല ഏതാണെന്ന്. പിന്നെ എന്താ, അവിടെ കുറേ നേരം നിന്നു. പിന്നെ അമ്മയുടെ ഫ്രണ്ട് ജ്യോതി ചേച്ചിനെയൊക്കെ കണ്ടു. ഇപ്പം ഇങ്ങോട്ട് വീട് മാറിയുകൊണ്ട് ഇവരാരെയും കാണാനൊന്നും പറ്റുന്നില്ല. അപ്പം ഇങ്ങനെ എവിടെയെങ്കിലും വെച്ചൊക്കെയാണ് ഇവരൊക്കെ കാണുന്നത്. പിന്നെ ഇത് ഞങ്ങളുടെ ചന്തയിൽ മീൻ വെട്ടുന്നൊരു സ്പെഷ്യലിസ്റ്റ് ആൻറ്റിയാണ് കേട്ടോ. മീൻ അടിപൊളിയായിട്ടൊക്കെ കട്ട് ചെയ്യും. വലിയ മീൻ മാത്രമേ കട്ട് ചെയ്യത്തുള്ളൂ. പിന്നെ അമ്മയ്ക്കെന്ന് പറഞ്ഞാൽ ചന്തയിൽ വന്നാൽ മീൻ വാങ്ങാനായിട്ട് അറിയത്തില്ല. അപ്പോൾ അമ്മാമ്മയാണ് മീനൊക്കെ വിലപേശി വാങ്ങിച്ചു കൊടുക്കുന്നത്. അങ്ങനെ അമ്മാമ്മ വന്നു, കണ്ടില്ലേ, അത്യാവശ്യം ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊരു 7 മണി 6:45 ആ ടൈമുള്ള ഒരു ടൈം ആണ് ഈ ചന്ത കൂടുന്നത്. അപ്പോൾ അത്യാവശ്യം ഭയങ്കര തിരക്കും കാര്യങ്ങളും ഉണ്ട്. പിന്നെ മീൻ ഒരുപാടുള്ളത് കൊണ്ടും അത്രയും ആൾക്കാർ വരുന്നുണ്ട്. പിന്നെ നമ്മുടെ പുതിയതുറ ചന്തയിൽ വരുമ്പോൾ നല്ല ഫ്രഷ് മീൻ നിങ്ങൾക്ക് കിട്ടും. വിശ്വാസത്തോടെ മീൻ നിങ്ങൾക്ക് വാങ്ങിച്ചിട്ടും പോവാം. അത്യാവശ്യം നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞങ്ങളുടെ ഇവിടുത്തെ പുതിയതുറ ചന്ത. നിങ്ങൾ ചന്തയിൽ മീൻ വാങ്ങാൻ വരുന്നവരാണ്, ഞാൻ ഉറപ്പായിട്ട് ഇവിടെ തന്നെ സജസ്റ്റ് ചെയ്യും നിങ്ങൾ വരാനായിട്ട്. പിന്നെ എന്താ, പിന്നെ അമ്മയ്ക്ക് ഒരു ആൻറ്റി കിഴങ്ങ് വാങ്ങിച്ചിട്ട് പോകുന്ന കണ്ടു. അപ്പോൾ അമ്മയ്ക്ക് ആ ഒരു കിഴങ്ങും വേണമെന്നുള്ളൂ. പിന്നെ എന്ത് ചെയ്യും, ഞങ്ങൾ പിന്നെ അവിടെ പോയി കിഴങ്ങ് വാങ്ങാനായിട്ട് പോയപ്പോൾ അമ്മാമ്മയെന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് എല്ലാം കാര്യങ്ങളും നല്ല നോക്കി വാങ്ങുന്ന ആളാണ്. അപ്പോൾ അമ്മാമ്മയ്ക്ക് അതങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ എന്ത് ചെയ്തു, അത് വാങ്ങിയില്ല. നേരെ പഴക്കടയിൽ പോയി പഴം മേടിച്ചു. പിന്നെ ഫ്രൂട്ട്സൊക്കെ ഇരുന്നു, വാങ്ങിയില്ല. പിന്നെ ഇത് കത്തി രാവുന്ന സ്ഥലമാണ് കേട്ടോ. ഇവിടെ 2 പേരുണ്ട്, അപ്പുറത്തൊരു. പിന്നെ നിങ്ങൾ ഉറപ്പായിട്ട് ചന്തയിൽ വരുവാണെങ്കിൽ ഈ ചേച്ചീൻ്റെ ഇവിടെ നിന്ന് ചായയും പപ്സും കഴിക്കാതെ പോലും, ശാലിനി ചേച്ചീൻ്റെ അത്യാവശ്യം നല്ല ടേസ്റ്റാണ് അവിടുത്തെ പപ്സും ചായയൊക്കെ. പിന്നെ എന്ത് ചെയ്തു, പിന്നെ ഇങ്ങോട്ട് വന്നപ്പോൾ ഐസ് ഉടയ്ക്കുന്നത് കണ്ടു. അങ്ങനെ അതും കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നേരെ വീട്ടിൽ വന്നു. അപ്പോൾ വാങ്ങിച്ച് എന്തെന്ന് വെച്ചാൽ കുത്താവ് എന്ന് പറയുന്ന മീനും പിന്നെ ഈ മീനുമാണ്. ഇതെൻ്റെ ഫേവറേറ്റ് മീനാണ് കേട്ടോ. ഇതിലമ്മ മീൻ കറി വയ്ക്കുമ്പോൾ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇന്നേക്ക് ഇത്രയേ ഉള്ളൂ. ബായ്.